അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു. പത്തനംതിട്ട വള്ളിക്കോടാണ് ഈ സംഭവം. അങ്കണവാടി ജീവനക്കാർക്കും കുട്ടികൾക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ സംഭവം. CK അഭിലാൽ എന്താ അപകടകരമായി നേരത്തെ നിൽക്കുന്ന മരമാണ്. അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇന്നത്തെ കാലാവസ്ഥ എന്നുള്ളത് ഇടയ്ക്കിടെ ശക്തമായ മഴ ലഭ്യമാകുന്നതാണ്. എന്നാൽ കാര്യമായ കാറ്റ് ഏതും ഉണ്ടായിരുന്നുമില്ല. വള്ളിക്കോട് വില്ലേജ് ഓഫീസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന 86-ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് തേക്കുമരത്തിന്റെ ചില്ല അടർന്നു വീണത്. 7 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം 4 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അധ്യാപിക ഈശ്വരിയും സഹായിയായിട്ടുള്ള അമ്പിളിയും ഉണ്ടായിരുന്നു. അംഗൻവാടി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ചില്ല വന്ന് പതിച്ചു എന്നതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവാക്കപ്പെട്ടത്. ഈ കെട്ടിടത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ശക്തമായ കാറ്റടിച്ചാൽ ഒടിഞ്ഞു വീഴാൻ പാകത്തിന് നിരവധി മരങ്ങളുടെ ചില്ലകൾ നിൽപ്പുണ്ട്. ഇവ വെട്ടിമാറ്റണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപിക ഈശ്വരി പഞ്ചായത്ത് അധികൃതർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും കത്ത് നൽകിയിരുന്നു. അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം പ്രദേശവാസികൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമീപ പ്രദേശങ്ങളിൽ അടക്കം അപകടത്തിന് സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന മരത്തിന്റെ ചില്ലകളൊക്കെ തന്നെ മുറിക്കുമെന്നുള്ളതാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് വിശദീകരിക്കുന്നത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഒരു പ്രതികരണം കൂടി. അപ്പൊ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് വില്ലേജിനോട് ആവശ്യപ്പെടുക. ഒരുപാട് പേർക്ക് പേപ്പർ ഒക്കെ കൊടുത്ത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ മണ്ടേന്ന് വെട്ടി മാറ്റി തരണമെന്ന്. ഇതുവരെ ഒരുപാട് പ്രാവശ്യം, ഒരു 6-7 വർഷം കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആരും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.